ഹായ് ഫ്രണ്ട്സ്, സീമാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞങ്ങളിന്ന് ഉത്രാടത്തിൻ്റെ വൈകുന്നേരം തൃശ്ശൂരൊന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ തൃശ്ശൂർ ഇങ്ങനെ പള്ളിയിൽ കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വിചാരിച്ചു മറ്റേ പൂരപ്പറമ്പിലെ മറ്റേ ഉത്രാടപ്പാച്ചിലുണ്ടല്ലോ, അതൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഭയങ്കര മഴയും ചെളിയൊക്കെ ആകാൻ അവിടെ പോയില്ല. അപ്പോൾ ഞങ്ങൾ കുറേ നാളായി നമ്മുടെ ശോഭ സിറ്റിക്ക് പോയിട്ട് കേട്ടോ. അപ്പം എന്താ വെച്ചാൽ ഓണത്തിൻ്റെ വില സ്പെഷ്യലൊക്കെ ഉണ്ടാവുമെന്ന് വെച്ചാൽ ഞങ്ങൾ അങ്ങോട്ട് പോയി. അവിടെ ചെന്ന് ശോഭ സിറ്റിയിൽ ചെന്നപ്പോൾ ഒരാൾ പോലും ഇല്ല. ഞങ്ങൾ ചെന്നത് ഒരു 8:30-9 മണി സമയത്താണ്. പക്ഷെ ആ സമയങ്ങളിലൊക്കെ നല്ല തിരക്കൊക്കെ ഉണ്ടാവാറുള്ളതാ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അധികം ആൾക്കാരൊന്നും ഇല്ല. പിന്നെ അതുമാത്രമല്ല, അവിടെ എന്താ പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അവിടെയുള്ളവർ. അവിടുത്തെ സ്റ്റാഫിനോടൊക്കെ ചോദിച്ചപ്പോട്ടോ. അപ്പോൾ അവർ പറഞ്ഞു കുറച്ച് ദിവസം ഉണ്ടായിരുന്നു പ്രോഗ്രാമുകൾ, പക്ഷേ 8 മണിയാകുമ്പോഴേക്കും കഴിഞ്ഞു എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ ചെന്ന് മറ്റേ ഒരു ഫോണിൻ്റെ കാര്യം ഫോണൊക്കെ നോക്കി. അങ്ങനെ കുറച്ച് നേരം അത് നോക്കി. പിന്നെ ഞങ്ങൾ മറ്റേ ഇലക്ട്രോണിക്സിൻ്റെ സാധനങ്ങളൊക്കെ ഒന്ന് നോക്കാൻ വെച്ചിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നു. ഫോണുകളൊക്കെ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതൊക്കെ നോക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഒരെണ്ണം എടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം അതൊക്കെ നോക്കാനിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പോവാമെന്ന് വിചാരിച്ചു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 10-11 മണിയാവും ചെയ്തു. പിന്നെ അവിടെ അധികം ഓണത്തിൻ്റെ ഒരു ഇതുമില്ല, പരിപാടികളൊന്നും ഇല്ല, എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എന്തായാലും അവിടെ നിന്ന് തിരിച്ചു. അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ കണ്ടു ഞങ്ങൾ അധികം ആൾക്കാരൊന്നും ഇല്ല. ഞങ്ങൾ ഇറങ്ങിയ ലിഫ്റ്റിൽ പോലും ആൾക്കാരില്ല കണ്ട. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി, ഞങ്ങൾ കാറിൻ്റെ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കാറുകളൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. പക്ഷേ എന്തിൻ്റെ തിരക്കെന്നറിയോ, മറ്റേ സിനിമകൾ കാണാനുള്ള ആൾക്കാരുകളുണ്ട്. അങ്ങനെ ബുക്കിംഗ് ചെയ്ത ആൾക്കാർ 10:30 10:45 അങ്ങനെ സിനിമ ബുക്ക് ചെയ്തിട്ടുള്ളവരുണ്ട് ശോഭ സിറ്റിയിൽ. അതിൻ്റെ തിരക്ക് മാത്രം കേട്ടോ ഞങ്ങൾ കണ്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ ശരിയെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകട്ടെ. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ നെസ്റ്റോൻ്റെ മുന്നിൽ കൂടെയാണ് പോണത്. അപ്പം നെസ്റ്റോൻ്റെ മുന്നിൽ കൂടെ പോയാലും 11 മണി ആയതുകൊണ്ടാണോന്നറിയില്ല, അവിടെയും ഇങ്ങനെ അതില്ല. കാരണം ആൾക്കാരൊക്കെ വന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടാവും. ഇതാണ് നെസ്റ്റോ. അപ്പോൾ അതിക്കൂടെ അത് കഴിഞ്ഞ് ഞങ്ങൾ വിചാരിച്ചു ഫുഡ് കഴിക്കാമെന്ന്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് പടിഞ്ഞാറ് കോട്ടയിൽ അവിടെ ഒരു ഇതുണ്ട് കേട്ടോ. അവിടെ ഞങ്ങൾ ഇടയ്ക്ക് ഫുഡ് കഴിക്കാറുണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ കയറി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം അത് തുടങ്ങിയ സമയത്തൊക്കെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ആദ്യം ഇത് കയറുമ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് കച്ചവടം കൂടുന്നതനുസരിച്ചാണോന്നറിയില്ല, ടേസ്റ്റിന് കുറച്ച് ചെറുതായിട്ടൊക്കെ മാറ്റം വന്നു തുടങ്ങി. അപ്പോൾ ഞങ്ങൾ മേടിച്ചത് ചിക്കൻ ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ എഗ് ഫ്രൈഡ് റൈസും ഫ്രഞ്ച് ഫ്രൈസാണ് കേട്ടോ മേടിച്ചത്. അപ്പോൾ ചിക്കൻ ഫ്രൈഡ് റൈസിലും എഗ്ഗ് ഉണ്ടാവും, എഗ്ഗ് ഫ്രൈഡ് റൈസ് എന്ന് പറഞ്ഞാലും അതിൽ എഗ്ഗ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ചിക്കനിൽ അവർ എഗ്ഗും കൂടി മിക്സ് ചെയ്തിട്ടാണ് തരാം. പക്ഷെ ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ഒരു കട തുടങ്ങി കഴിയുമ്പോൾ ഫസ്റ്റിൽ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ടാവില്ല. പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തുടങ്ങിയിട്ട് കുറേ നാളായി. ഇപ്പോൾ അതിൻ്റെ ടേസ്റ്റിനൊക്കെ വ്യത്യാസം വന്നു തുടങ്ങി. അപ്പോൾ അത് ഞങ്ങളവിടെ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ പറയുകയാണ്. കാരണം തുടങ്ങുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം വിലയൊന്നും ഇല്ല. അപ്പോൾ ഞങ്ങൾ എന്നാലും ഭക്ഷണം കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോൾ രാത്രി 11 മണിയായില്ലേ, ഇനി വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കണ്ടേക്കെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ശോഭ സിറ്റിയിൽ ഫോട്ടോ ആണ് അത് മറ്റേ മാവേലിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു.